ഞാൻ ആദ്യം ഭരണകർത്താവ് എന്ന നിലയിൽ പറയാം. കേരളത്തിൽ രണ്ടാം വട്ട മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത രീതിയിലുള്ള വലിയ പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോവുകയാണ്. എതിർ ശബ്ദം ഉന്നയിക്കുന്ന ആളുകളെ തെരുവിൽ അടിച്ച് വീഴ്ത്തുക, മാധ്യമ പ്രവർത്തകരെ പോലും വേട്ടയാണ്. പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവെന്ന നിലയിൽ പരാജയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീർണതയുടെ അപജയത്തിൻ്റെ ഉത്തരവാദി ശ്രീ പിണറായി വിജയനാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു അപമാനകരമായ രീതിയിലുള്ള സമീപനമാണ് പിണറായി വിജയൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. പിണറായി വിജയൻ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മുടെ രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട സദാചാര മൂല്യതയുണ്ട്. ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെയും വളഞ്ഞ വഴി ഉപയോഗിച്ച് ഉള്ള സമീപനം. ഞാൻ തന്നെ അത് കൊണ്ടുവന്ന് ചാലഞ്ച് ചെയ്തിരുന്നു. പിണറായി വിജയനും ഗണേശനും സരിതയും കൂടി അത് പത്രക്കാർക്കും പണം കൊടുത്ത് 25 കോടി രൂപ കൊടുത്തിട്ടാണ് ഇങ്ങനെ കെട്ടിച്ചമച്ചൊരു ആരോപണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിരുന്നു. അത് അവസാനം ശരിയായി വന്നിരിക്കുകയാണ്. കാരണം കള്ളക്കേസാണ് തെളിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ സദാചാര വിരുദ്ധമായിട്ട് ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ആളുകളെ അടക്കം നശിപ്പിക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടാണ് ഞാൻ അങ്ങയോട് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കും താങ്കളും കേരള രാഷ്ട്രീയത്തിൽ ഒട്ടേറെ വേണമെങ്കിൽ വിവാദങ്ങൾ എന്ന് പറയാം. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നവരെ സൂക്ഷിച്ചിട്ടാണ്. ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരാളാണ് താങ്കൾ. ഒരാരോപണം ഉന്നയിക്കുമ്പോൾ അതൊരു വസ്തുത, ആരോപണം ഞാൻ മറ്റൊരു വസ്തുത, താങ്കൾക്ക് ന്യായമാണ് എന്ന് തോന്നുന്നൊരു വസ്തുത പുറത്തു കൊണ്ടുവരികയും ഏൽക്കേണ്ടി വരുന്ന ആക്ഷേപങ്ങൾക്കും നേരിടേണ്ടി വരുന്ന ഭീഷണിയുമൊക്കെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുക താങ്കൾ. തീർച്ചയായിട്ടും താങ്കൾ. പക്ഷെ താങ്കൾ എന്താ ചെയ്തത്? അപ്പോഴൊക്കെ അതിന് താങ്കൾ നിയമപരമായി പോരാട്ടം നടത്തി. ചിലത് വിജയിച്ചു, ചിലത് പരാജയപ്പെടും. നമുക്ക് കിട്ടുന്ന എല്ലാം നമുക്ക് ചിലപ്പോൾ വിജയിക്കണം. പക്ഷെ താങ്കളെ ഞാൻ കണ്ടത് അങ്ങനെ പോരാട്ടം ആക്ഷേപം ഉന്നയിച്ചപ്പോഴും താങ്കൾ വ്യക്തിപരമായി വേട്ടയാടിയപ്പോഴും താങ്കൾക്കുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടാത്തത് ഏറ്റെടുക്കുന്ന പ്രവർത്തനത്തിനോട് താങ്കൾ കാണിക്കുന്ന ഒരു പ്രതിബദ്ധതയാണ്. അതിന് പല രീതിയിൽ വേണമെങ്കിൽ നമുക്കതിനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസാക്ഷിക്ക് ഒത്ത് പ്രവർത്തിച്ചു. ഇന്ന് പൊതുരംഗത്ത് കാണുന്നത് എന്താ? ഇന്ന് പൊതുരംഗത്ത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ആർക്കുമെതിരെ എന്തും പറയാവുന്ന കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം ആരോപണം ഉന്നയിക്കുന്നതിനുള്ള മറുപടി നമ്മൾ കുറേ ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ അധിക്ഷേപിച്ചുകൊണ്ട് കുറച്ച് മറുപടി പറയുകയല്ല. അവിടെ നീതി നമ്മുടെ ഭാഗത്തുനിന്ന് ഉറപ്പ് വന്നാൽ അതിനെതിരെ പോരാട്ടം നടത്തും. നിങ്ങളത് ചെയ്ത വ്യക്തിയാണ്. അല്ല, അത് തീർച്ചയായിട്ടും ഞാൻ ഉമ്മൻചാണ്ടി ചെയ്ത എന്താണോ അതിനെ ആ ശൈലിയാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഞാൻ ചോദിച്ചൊരു ചോദ്യം, രാഷ്ട്രീയത്തിൽ നമുക്കുണ്ടായിരുന്ന സദാചാര മൂല്യത്തിൻ്റെയായിരുന്നു. ഉമ്മൻചാണ്ടിയെ പോലെ പരിണതപ്രജ്ഞനായ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരാളെ, വൃദ്ധനായ ഒരാളെ, ഒരു പെണ്ണിനെ വെച്ചിട്ട് കള്ളക്കേസ് കൊടുത്ത് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും വേട്ടയാടിയ ഒരു രീതി കേരളത്തിലുണ്ടായി. ഞാൻ അതിനെക്കുറിച്ചിട്ടാണ് അങ്ങയുടെ ഒപ്പീനിയൻ ചോദിച്ചത്. വേട്ടയാടിനെതിരായിരുന്നു കേരളത്തിൽ ജനങ്ങൾ. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയപ്പോൾ കേരളത്തിൻ്റെ മനസ്സ് ഉമ്മൻചാണ്ടിയോടൊപ്പം വേട്ടയാടിയവർക്കെതിരുമായിരുന്നു. അതിൻ്റെ കൂടി ഒരു തെളിവാണ് ഉമ്മൻചാണ്ടിയുടെ ഈ ഭൗതിക ശരീരം വഹിച്ചപ്പോൾ കണ്ട ആ ജനക്കൂട്ടം എന്ന് വിശ്വസിക്കുകയാണ്. കാര്യം, ഒരു നീതിമാനായൊരു വ്യക്തിയെ ക്രൂശിലേറ്റാൻ വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ ജനങ്ങൾക്കുള്ള അമർഷമാണ് അവിടെ ആർത്തിരമ്പി വന്നത്. ഇന്നും നമുക്കറിയാം, ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ആദ്യം പറയുന്നുണ്ട് അദ്ദേഹത്തിനെതിരെയാണ് ഈ ആരോപണം ഉന്നയിച്ചെന്നുള്ളതാണ്. അപ്പോൾ അത് ഈ സദാചാര മൂല്യ തകർച്ചയ്ക്കെതിരെ ഇന്ന് നമുക്കറിയാം എല്ലാ രംഗത്തും മൂല്യശോഷണവും അതുപോലെ ധർമ്മച്യുതിയുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ മൂല്യശോഷണത്തിനും ധർമ്മച്യുതിക്കുമൊക്കെ എതിരെ നമ്മൾ നിലപാട് സ്വീകരിക്കുമ്പോൾ നമുക്ക് മാതൃകയായി സ്വീകരിക്കേണ്ട ചില വസ്തുതകളും ചില സംഭവങ്ങളുണ്ട്. അതെല്ലാമാണ് നമ്മൾ ജനങ്ങളുടെ മുന്നിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ സമൂഹം ഒരു മറ്റൊരു തലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഇതിൽ എന്തും പറയാം. പണ്ട് നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരാണ്. പണ്ട് പ്രിൻ്റ് മീഡിയയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു എഡിറ്റിംഗ് ഉണ്ട്, അതിനൊരു ഉത്തരവാദിത്വമുണ്ട്. സോഷ്യൽ മീഡിയയ്ക്ക് ഇതൊന്നുമില്ല. നേരെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലൊക്കെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിഹത്യ നടത്തുന്നതിനുള്ള സദാചാര മൂല്യങ്ങളുടെ തകർച്ചയുണ്ടായിട്ടുണ്ട്. അതെങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ എല്ലാവരും അങ്ങ് പറയുന്നത് സോഷ്യൽ മീഡിയയിലെ പ്രശ്നങ്ങളാണ്. പക്ഷെ ഒരു മാത്രമല്ല എല്ലാ തലത്തിലുമുള്ള ഭരണകൂടം തന്നെ
ഇത്തരത്തിൽ കള്ളക്കേസിന് നേതൃത്വം കൊടുക്കുന്നതിനെതിരെയാണ് ഞാൻ ഇതിനെ സംബന്ധിച്ചാണ് അങ്ങോട്ട് ചോദിച്ചത്. ഭരണകൂടങ്ങൾക്കെതിരെ അതെല്ലാം ഞാൻ പറയട്ടെ, ഈ സ്വന്തമായി പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ, സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ലാതെ വരുമ്പോൾ മറ്റൊരുത്തിനെ ആക്രമിക്കാനുള്ള ഒരു വാസന കൂടുകയാണ്. ഇന്നിപ്പോൾ ഒരു ഭരണകൂടം ഈ ഇന്നത്തെ ഭരണകൂടം ഉമ്മൻചാണ്ടി വേട്ടയാടിയതാണ്. എന്തുകൊണ്ടാണ് വേട്ടയാടുന്നത്? അവരുന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ തെളിയിക്കാൻ അവർക്ക് സാധിക്കാതെ വന്നപ്പോൾ എങ്ങനെയെങ്കിലും തങ്ങളുടെ നിലപാട് സാധൂകരിക്കണം എന്ന അർത്ഥത്തിൽ വീണ്ടും വീണ്ടും വേട്ടയാടാൻ തീരുമാനിച്ചു. അങ്ങനെ വേട്ടയാടുന്നവർ ദുർബലന്മാരാണ്, ആത്മവിശ്വാസമില്ലാത്തവരാണ്. ഈ 2016 ഇലക്ഷനിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ പ്രധാനപ്പെട്ട കാരണമായി തീർന്നിട്ടുള്ളത് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ഈ കള്ളാരോപണങ്ങൾ കൊണ്ടുവന്നത് വഴിയല്ലേ? അതെ, ശരിക്കും ഒരാളെ ക്രൂശിച്ച് കേരളത്തിലെ ഏറ്റവും ജനകീയ മുഖ്യമന്ത്രിയെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരിക്കലും നമ്മൾ പാടില്ലാത്ത കാര്യങ്ങൾ ഭരണകൂടം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിന് എതിരെ ആണല്ലോ. അതിന് ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയല്ല എന്ന് തെളിയിക്കുക മാത്രമല്ല, എന്തിനും ഒരു തിരിച്ചടി ഉണ്ടാവും. എന്താണോ ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ചത്, ഏത് തലത്തിലാണോ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത്, അതേ രീതിയിൽ കുറച്ചുകൂടി യാഥാർത്ഥ്യത്തിൻ്റെ പിൻബലത്തോടു കൂടി ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചു. താങ്കൾ പറയുന്നത് അവിടെ ഒറ്റ കാര്യം, അവിടെ ഇന്നത്തെ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അവർക്കെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ അവർ ഈ ആരോപണത്തെ നിഷേധിച്ചുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ വേട്ടയാടാൻ പോവുകയാണ്. അപ്പൊ താങ്കൾ പറയുന്നത് പറഞ്ഞോളൂ. അപ്പൊ എന്താ ഇവർ ചെയ്യേണ്ടതെന്നാ? ഞാൻ ബഹുമാനപ്പെട്ട ഇന്നത്തെ ഭരണകൂടത്തിന്റെ വക്താക്കളോട് പറയുന്നു, ആത്മധൈര്യമുണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ടത് ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ ഞാൻ അതിനെക്കുറിച്ച് ഒന്നുകിൽ അത് നിഷേധിക്കണം, തെളിയിക്കണം. അതല്ല വീണ്ടും വീണ്ടും വന്നാൽ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ നിയമപോരാട്ടം നടത്തി എൻ്റെ സത്യസന്ധത ഞാൻ തെളിയിക്കുമെന്ന് പറയാനുള്ള ആത്മധൈര്യവും അറിവും കാണിക്കണം. ഈ ഉമ്മൻചാണ്ടിക്കെതിരെ ചെയ്ത ക്രൂരമായ വേട്ട അത് ഒരു പ്രകൃതി നിയമത്തിന്റെ ഭാഗമായി തിരിച്ചടിച്ച് എവരി ആക്ഷൻ there is an equal and opposite reaction. Third law of Newton's. അത് വളരെ കൃത്യം. അത് സംഭവിച്ചിരിക്കും എന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് സംഭവിക്കും. ചില പ്രകൃതി നിയമങ്ങൾ നമ്മൾ ആരും വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ താങ്കൾ പിണറായി വിജയനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. താങ്കൾ പിണറായി വിജയനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പിണറായി വിജയനെയും ഭരണത്തെയും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വ്യക്തിപരമായി ഒരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല. ഞാനൊരു പ്രകൃതി നിയമം പറഞ്ഞു നോക്കണം. അത് കൊള്ളേണ്ടവർ കൊള്ളട്ടെ, ഏക്കേണ്ടവരെ ഏക്കേണ്ടവരേക്കട്ടെ. ഞാനിപ്പോൾ നമ്മളൊരു വ്യക്തിപരം, ഞാൻ എൻ്റെ താങ്കൾക്ക് ഞാൻ ആരെയും അങ്ങനെ വ്യക്തിപരമായി ആക്ഷേപം ഉന്നയിക്കുന്നത്. ഞാൻ പിണറായി വിജയനെ വിലയിരുത്തുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നൊരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയക്കാരൻ, ഒന്നൊരു ഭരണകർത്താവ്. ഈ രണ്ട് രീതിയിലും അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം ഭരണകർത്താവ് എന്ന നിലയിൽ പറയാം. കേരളത്തിൽ 2ാം വട്ടം മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഭരണകർത്താവ് എന്ന നിലയിൽ പൂർണ്ണമായും പരാജയമാണ്. ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത രീതിയിലുള്ള വലിയ പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോവുകയാണ്. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും കേരളത്തിൽ സംസ്ഥാന ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം. അതുപോലെ തന്നെ വിലക്കയറ്റം അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്നു. ക്രമസമാധാനം തകർച്ചു നിൽക്കുന്നു. എതിർ ശബ്ദം ഉന്നയിക്കുന്ന ആളുകളെ തെരുവിൽ അടിച്ച് വീഴ്ത്തുക എന്ന ഒരു 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 ഫാസിസ്റ്റ് നയത്തിലേക്ക് നമ്മൾ പോകുന്നു. മാധ്യമപ്രവർത്തകരെ പോലും വേട്ടയാടുന്നു. അങ്ങനെ കേരള ക്രമസമാധാനം തകർന്നിരിക്കുന്നു. നമുക്കറിയാം, ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഇത്രമാത്രം ഉണ്ടായ സാഹചര്യത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തെക്കാൾ കൂടുതൽ കേരളീയ സമൂഹത്തിൻ്റെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രതികരണമാണ്. നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്. അപ്പോൾ ഈ ഗവൺമെൻറ് മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന്, പിണറായി വിജയനെ വിലയിരുത്തേണ്ടത് പൊതുപ്രവർത്തനം നിലയിലാണ്. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിശ്ചിതനായ നേതാവായിരുന്നു. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഇപ്പോഴും പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. പോളിറ്റ് ബ്യൂറോ മെമ്പറേക്കാൾ ഉപരിയായി ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്ന ഏക നേതാവ്, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏക നേതാവ് എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയൻ. പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് എന്ന നിലയിൽ പരാജയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീർണതയുടെ അപജയത്തിൻ്റെ ഉത്തരവാദി
ശ്രീ പിണറായി വിജയനാണ്. അതെൻ്റെ അഭിപ്രായം മാത്രമല്ല. കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരായി നടന്ന ആളുകൾ പോലും ഇന്ന് നിങ്ങളെപ്പോലെയുള്ള മാധ്യമ സുഹൃത്തുക്കളോടും മാധ്യമങ്ങളോടും പങ്കുവെക്കുന്ന വികാരമെന്താണ്? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു അപമാനകരമായ രീതിയിലുള്ള സമീപനമാണ് പിണറായി വിജയൻ്റെ ഭാഗത്തുണ്ടാവുക. അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ, ഭരണകർത്താവ് എന്ന നിലയിൽ പിണറായി വിജയൻ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന ആ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്.